സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ധനഹക്കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയുടെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് നിയമിതനാകുന്ന വിധം നമ്മൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. എന്തൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. സെക്കുലർ വേൾഡ് ഒരുപാട് അഭ്യൂഹങ്ങൾ അതിന് മുമ്പൊക്കെ നടത്തും. എന്തെല്ലാം അഭ്യൂഹങ്ങളായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓരോ കർദിനാളന്മാരെക്കുറിച്ച് അവരിപ്പം പാപ്പയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയെല്ലാം ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ നടുവിലാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംഗതി ദൈവാത്മാവിൽ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലേയപ്പാപ്പ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുമെന്നും ആരും പ്രവചിച്ചില്ല. ഒരു സെക്കുലർ വേൾഡുകാരും അതിനായിട്ട് ഒരുങ്ങിയില്ല. പക്ഷേ കർത്താവ് ഒരുക്കി. അദ്ദേഹത്തെ ഒന്നാം വേൾഡിൽ അദ്ദേഹം ജനിച്ച് വിദ്യാഭ്യാസ സമ്പന്നനായി അവിടെ മോശയെ പോലെ രാജകൊട്ടാരത്തിൽ ജനിച്ച് വളർന്ന് അവിടെ സമ്പന്നനായി അടുത്ത ഘട്ടത്തിലേക്ക് മൂന്നാം ലോകത്തിലേക്ക് പോയി അവിടെ പാവങ്ങളുടെ കൂടെ നടന്ന് ഒരുപാട് ക്ലേശിച്ച് കഷ്ടപ്പെട്ട് എല്ലാ വൈദികരെയും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോയതിൻ്റെ ഇടയിൽ അവിടെ മെത്രാനായി. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന പരിധി കണ്ടുകൊണ്ട് മെത്രാന്മാരുടെ സംഘത്തിൻ്റെ പ്രീഫെക്റ്റായി പാപ്പ നിയോഗിച്ച ഫ്രാൻസിസ് പാപ്പ. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കർദിനാളാക്കി. വളരെ അടുത്ത ഘട്ടങ്ങളിൽ കർദിനാളാകുന്നത് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ പത്രോസിൻ്റെ നൗകയിലേക്ക് കയറി വരുമെന്ന്. അങ്ങനെ എല്ലാ തരത്തിലും പരിശീലനം കിട്ടിയിട്ടൊരു സന്യാസ സഭയുടെ ജനറലായി 2 പ്രാവശ്യം അതേ തുടർന്ന് അദ്ദേഹം എവിടെയെല്ലാം അഗസ്റ്റീനിയൻ സഭയുടെ ജനറലായിട്ട് ഒരു 2 പ്രാവശ്യമെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിലും 2 പ്രാവശ്യം വന്ന ലോകപരിചയമുണ്ടായി. ഇതെല്ലാം ഉണ്ടായി. ഇതൊന്നും മനുഷ്യരാരും അറിയുന്നില്ല. ദൈവം ഒരുക്കുന്ന കണ്ടില്ലേ. ദൈവം ഒരുക്കിയിട്ട് സമയമായപ്പോഴത്തേക്ക് വെളുത്ത പുക കണ്ടു. ആ വെളുത്ത പുക അത്ഭുതപ്പെട്ടു പേര് കേട്ടപ്പോൾ. ഇന്നും സഭയിൽ തുടരുന്ന ദൈവത്തിൻ്റെ സഭയുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന രീതി അത് വളരെ സത്യം പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു സംഗതിയാണ്. ഒരിക്കൽ ഞങ്ങൾ പഠിക്കുന്ന ഘട്ടങ്ങളിൽ ജോൺ ബോൾ II മാർപ്പാപ്പായോട് ജേർണലിസ്റ്റ് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ 10ാം വാർഷികമായിരുന്നു. ഇതെങ്ങനെയാണ് ഇത്രയും വലിയ ഭയങ്കരമായ തിരക്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യാൻ സാധിക്കുക? അദ്ദേഹം ഇങ്ങനെ പറന്ന് നടക്കുന്ന ഘട്ടമാണ്, നല്ല ആരോഗ്യവാനായിട്ട് നടക്കുന്ന ഘട്ടമാണ്. അപ്പോഴാണ് അദ്ദേഹം മറുപടി പറയുന്നത്, ഐ ആം ഒൺലി പോപ്പ്. സഭ കർത്താവിൻ്റേതാണല്ലോ. അതാണ് അതിൻ്റെ അകത്തെ സംഗതി. കർത്താവ് കൊണ്ടുപോകുന്ന മുമ്പിൽ കൂടെ നടത്തുന്നു. കർത്താവിൻ്റെ കയ്യിൽ ഒരു ഉപകരണം അത്രമാത്രമേ ഉള്ളൂ ഈ പോപ്പ് എന്ന് പറയുന്ന ആളെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയുണ്ടായി. ഇന്ന് നമ്മുടെ വചനഭാഗത്ത് കടന്നു വരുന്നത് ആദ്യഘട്ടങ്ങളിലെ ദൈവജനത്തിൻ്റെ നേതൃത്വത്തെ ദൈവം തന്നെ നിശ്ചയിച്ച് മോശെ അത് വിഘടിച്ചിട്ടുണ്ടെങ്കിലും മോശയെ കൃത്യമായിട്ട് ഫലമേൽപ്പിച്ചു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഞാനാണ് നിൻ്റെ മുമ്പിൽ നടക്കുന്നത്, ഞാനാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുക്കി. ഈശോ കഴിഞ്ഞാൽ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ മോശയാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്ര കഠിനമായ പാതയിലൂടെ സഞ്ചരിച്ച വലിയ ഒരു നേതാവ്. ഇന്നത്തെ നേതാക്കന്മാർക്ക് പാപായിക തന്നെയാണെങ്കിൽ വലിയൊരു പാരമ്പര്യത്തിൻ്റെ പിൻബലം കിടപ്പുണ്ട്. വലിയൊരു പാരമ്പര്യത്തിന് ജനത കിടപ്പുണ്ട്. അത് നയിക്കാൻ അത്ര മോശ അനുഭവിച്ച ഒന്നും വരാൻ പോകുന്നില്ല. പുതിയ ചലഞ്ചസിനെ നേടാനായിട്ട് ഒരുങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. മോശയ്ക്ക് എന്തുണ്ടായിരുന്നു? ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടു, ആ സ്വരത്തെ അനുധാവനം ചെയ്തു, അതുകൊണ്ടങ്ങ് പോവുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ പൊക്കോ. ആരാണ് നീ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ഞാൻ ആകുന്നു എന്ന് പറയാൻ പറഞ്ഞു. നോക്കട്ടെ, അതിലേക്ക് ആദ്യം വിശദീകരിച്ച് കിടക്കുകയല്ല. അതിൻ്റെ അദ്ദേഹത്തിന് 120 വയസ്സായി. 120 വയസ്സായപ്പോൾ ഒരു വിടവാങ്ങൽ പ്രസംഗം നടക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ ആദ്യ വായന എന്ന് പറയും. ജോഷിയായെ ഫലമേൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നതാണ്. ശ്രദ്ധിക്കാം, അവിടെയൊക്കെ നാം സൂക്ഷ്മതയോടെ നോക്കിയാൽ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരായ ആളുകളുടെ കഴിവോ മിഴിവോ ഒന്നുമല്ല സഭയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഒരുപാട് വിമർശനങ്ങൾ ഇപ്പം സിനഡിനെ കുറിച്ച് ഉണ്ടാകുന്നുണ്ടല്ലോ. സിനഡിനെക്കുറിച്ച് ഭയങ്കരമായി ഇപ്പം ഇവർക്ക് എന്താണ് കഴിവിരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യം കൂടി ഓർക്കണമേ. ഈ കഴിവില്ലാത്ത ദുർബലരായ മനുഷ്യ വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം, ഈശോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നാം മറക്കണ്ട. അപ്പം അതുകൊണ്ട് നമ്മുടെ വിധികൾ പലപ്പോഴും അപൂർണമാണ്. ആ ഒരു കാര്യം കൂടെ മനസ്സിലിരുത്തി
ദൈവജനത്തെ നോക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ വായിലേക്ക് കടക്കുക. അതായത് മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പം 120 വയസ്സായി, നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാണ്ടായി. നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പുതിയൊരാളിനെ, ഒരു നേതാവിനെ നിശ്ചയിക്കുന്നതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നതാണ്, എനിക്ക് പ്രായമായി 120 വയസ്സ്. അന്നത്തെ കാലത്തൊക്കെ സത്യം കർത്താവ് 110 വയസ്സാണ് പ്രധാനമായിട്ടും. ഈ ജോഷുവയൊക്കെ 110 വയസ്സിൽ മരിച്ചു. അത് കഴിഞ്ഞ് 10 വർഷം കൊണ്ട് ജീവിച്ചു. ജീവിതത്തിൻ്റെ തികവ പൂർണ്ണതയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ പറയുകയാണ്, എനിക്ക് ശക്തിയില്ല, ക്ഷയിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ശരീരഭാഗങ്ങളൊക്കെ വീക്കായി. അതേ സമയത്ത് കർത്താവ് പറഞ്ഞിട്ടുമുണ്ട്, നീ യോർദാൻ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളിനെ നിശ്ചയമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഉടനെ പറയുക, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങളുടെ മുമ്പേ പോകും. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ നേതൃത്വത്തെ ആശ്രയിച്ചല്ല നിങ്ങളുടെ സഭ മുമ്പോട്ട് പോകുന്നത്. ദൈവമായ കർത്താവ് മുമ്പേ പോകും. അവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നും ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ പ്രദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളത് പോലെ ജോഷുവ നിങ്ങളെ നയിക്കും. ഇതാണ് നേരത്തെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന. ജോഷുവ അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തനായ ആളാണ്. നമുക്കറിയാം, നിങ്ങളെ നയിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. മുമ്പോട്ട് പോകുമ്പം അത് യോദ്ധാൻ നടക്കുന്ന അവസ്ഥയിലൊക്കെ ജോഷുവ നേതാവും. എന്നിട്ട് ഉടനെ പറയാം, കർത്താവ് അമ്മോന്യ രാജാക്കന്മാരായ സീഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും അതെന്തു ചെയ്തുവോ അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ മറികടന്നു പോയില്ലേ. ഇപ്പം ഇനി വരുന്ന എല്ലാ തടസ്സങ്ങളെയും കർത്താവ് മറികടക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. അതായത് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ നേടുന്നതല്ല. അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ വെച്ച് മറ്റ് രാജാക്കന്മാർ പേടിച്ച് തോൽപ്പിച്ചപ്പോൾ നമുക്കറിയാമല്ലോ, മോവാബ് രാജാവിൻ്റെ കാര്യം കിട്ടിയറിയാമല്ലോ. ബാലാം എന്ന് പറയുന്ന രാജാവ്, ബാലാക്ക് എന്ന് പറയുന്ന രാജാവ്, ബാലാം എന്ന് പറയുന്ന മന്ത്രവാദിയെ വിളിച്ചു വരുത്തി ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി തിരിഞ്ഞിട്ട് അവസാനം ശപിക്കാൻ ചെന്നവൻ അനുഗ്രഹിച്ചിട്ട് പോയ കഥ നമുക്കറിയാം. സംഗീത പുസ്തകത്തിൻ്റെ 22 തൊട്ട് 24 അധ്യായങ്ങൾ കൃത്യമായിട്ട് പറയും, യാക്കോബേ നിന്നിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. കർത്താവ് ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും, കർത്താവ് അനുഗ്രഹിക്കുന്നവനെ ഞാനെങ്ങനെ അനുഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുന്ന ഭാഗങ്ങൾക്ക് ഓർക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് എങ്ങനെയുള്ള രാജാക്കന്മാരെയൊക്കെ കീഴ്പ്പെടുത്തുന്നത് ദൈവമായ കർത്താവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഏൽപ്പിച്ച് തരുമ്പോൾ ഓർക്കണം, അവരുടെ കൽപ്പനകളെ നിങ്ങൾ ധിക്കരിക്കരുത്. ശക്തരും ധീരരുമായിരിക്കുവിൻ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ യുദ്ധങ്ങൾ നടക്കുമ്പം, അതായത് നെതന്യാഹു ഇസ്രായേലിലെ പട്ടാളക്കാർക്ക് അവർ കൃത്യമായി നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നത് തോറ കൈ പിടിച്ചുകൊണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത കയ്യിൽ തോറ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമം. ഒരിക്കലും അദ്ദേഹം എന്താ ചെയ്ത്, ജോഷുവായോട് ദൈവം പറയുന്ന കാര്യം എടുത്തങ്ങ് വായിച്ചു കേൾപ്പിച്ചു. ഭയപ്പെടേണ്ട, ശക്തരും ധീരരുമായിരിക്കുവിൻ, മുൻപോട്ട് പോകാൻ ധൈര്യമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇസ്രായേലിൻ്റെ ഈ ആയുധബലം കൊണ്ടാണ് അവർ നേടിയെടുക്കുന്നതെന്നും. അത് മാത്രമൊന്നുമല്ല സഹോദരങ്ങളെ, അവിടെ അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജനം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. കാര്യം എന്തായാലും ശരി, അവരെ ഇത്രമാത്രം ഈശോയെ ക്രൂശിച്ചു എന്ന് പറഞ്ഞാലും ശരി, അതിന് ശിക്ഷ മുഴുവൻ അനുഭവിച്ച് തീർന്നില്ലേ. 2000 വർഷത്തോളമായി തൻ്റെ സ്വന്തം ജനമല്ലേ അത്. കാരണം തമ്പുരാൻ അവരെ ഉപേക്ഷിക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്യങ്ങൾ ഇവിടെ നിന്നാണ് പറഞ്ഞത്, ശക്തരായിരിക്കും, ധീരരായിരിക്കും, ശക്തരും ധീരരുമായിരിക്കും, ഭയപ്പെടേണ്ട. അതായത് അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങൾ ദൈവമായ കർത്താവ് ആണ് നിങ്ങളെ കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തോളുകയും. അതായത് ഈ ദൈവം കൂടെ വരുന്ന ദൈവമാണ്. അതായത് ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ എങ്ങനെയാണ്, നമ്മുടെ കൂടെ യാത്ര ചെയ്യുക, കൂടെ വരുന്ന ദൈവമാണ്. അപ്പോൾ അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരെയും കൺമുമ്പിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. ആദ്യം ജനത്തോട് പൊതുവിൽ ഇത് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കാം. എന്നിട്ട് ജോഷുവയോട് നേരിട്ട് പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കുക, കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവിടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഈ ദേശം കൈവശമാക്കാൻ നീ അവരെ നയിക്കണം. അവിടെ ലീഡർഷിപ്പ് ഏൽപ്പിച്ച് കൊടുക്കാം. നമ്മളെ പലപ്പോഴും സഭയിലെ അഭിഷേകം നടക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവജനത്തെ നയിക്കാൻ കർത്താവ് കൂടെ നടക്കും എന്നുള്ള ബോധ്യം ഈ നയിക്കുന്നവർക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ശക്തി ഉണ്ടാവും.
കർത്താവാണ് നിങ്ങളുടെ മുമ്പിൽ പോകുന്നതും അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ടതാണ് ആദ്യത്തെ വായന. അത്ര ഭയങ്കര ധൈര്യം നൽകുന്ന വചനങ്ങളാണ് ഇതൊക്കെ. വേറെ പുസ്തകത്തിലുള്ളതേ നമ്മളെ വല്ലതും സ്പർശിക്കുന്നുണ്ടോ? നമുക്ക് ജീവൻ നൽകുന്ന വചനമായതൊക്കെ. ഇപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ ഇതൊക്കെ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഒരു ഏതെങ്കിലും ഒരു ചടങ്ങ് പോലെ കേട്ടങ്ങ് വിട്ടാൽ പോലെ അനുദിന ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ രോഗം വിഷാദ രോഗം. അതല്ലേ ഏറ്റവും വലിയ രോഗം. കാരണം എന്നാ? വിശ്വാസമില്ലായ്മ, നിരാശ. അവിടെ എന്താ വേണ്ടി? കഠിനമായ കഷ്ടപ്പാടിലൂടെ ദൈവജനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുള്ള എന്ന അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരാളും വിഷാദത്തിന് വിധേയനാവുകയില്ല. ഇത്രയും കോടി ജനങ്ങളുള്ളതിൽ 30 കോടി ജനങ്ങളോളം ലോകത്തെ വിഷാദ രോഗികളാണെന്നാണ് ഈ ആരോഗ്യ വിദഗ്ധരായ ആൾക്കാർ പറയും. 30 കോടിയോളം. നമ്മുടെ രാജ്യത്ത് എന്തിനാ നമുക്കറിയാൻ പാടില്ല. ഈ വിഷാദ രോഗികളുടെ എണ്ണം കൂടുകയാണ്. സൈക്യാട്രിസ്റ്റിനൊക്കെ പണി കൂടുക. ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പഠിച്ചു മിടുക്കനായിട്ട് പോകുന്ന കൊച്ചിന് +2-നൊക്കെ മുഴുവൻ മാർക്ക് വാങ്ങി 95% മാർക്ക് വാങ്ങിയിട്ട് അടുത്ത സെറ്റപ്പിലേക്ക് ചെന്നപ്പം, എഞ്ചിനീയറിംഗ് വന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ എല്ലാം ആകെ മുഴുവൻ തകർന്ന് തരിപ്പണമായി നിരാശപ്പെട്ട് തിരിച്ചു വരുന്ന സംഭവങ്ങൾ ഇന്ന് ഉണ്ടാകുന്നുണ്ടെന്ന കാര്യം ഓർക്കണം. ഈശോ കൂടെ ഇല്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തളർന്നു പോകും. ഈശോ കൂടെ ഉണ്ടെന്ന ബോധ്യമുണ്ടെങ്കിൽ നേരെ ഭാരവും ചുമക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യ വായന അതൊരു വിടവാങ്ങൽ പ്രസംഗമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ആ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ വികാരങ്ങൾ മുഴുവനുമുണ്ട്. എന്നിട്ട് പറയാം 110 സാധാരണ പ്രായമെങ്കിലും 120 വയസ്സാണെന്ന് പറയുന്നു. അപ്പോൾ 10 വർഷം കൂടുതലായിട്ട് അദ്ദേഹം ജീവിക്കാം. ഇപ്പോൾ യോർദാൻ കടക്കില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് നമുക്ക് തന്നെ അറിയാമല്ലോ. ഈ മോശ എല്ലാവരും ലോകത്തിലുള്ള എല്ലാവരിലേക്കാളും ജെന്റിലാണെന്ന് വേദപുസ്തകം തന്നെ സാക്ഷിക്കുന്ന, അദ്ദേഹം സൗമ്യനാണെന്ന് പറയുന്ന ആളാണ്. ആ പറയുന്ന ആളെ തമ്പുരാൻ എന്തിനെ ശിക്ഷിച്ച് വെള്ളമില്ലേ എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി. ആലോചിച്ച് നോക്കി, ഓരോ സമയത്തും ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക മോശയ്ക്ക്. ഒരിക്കൽ അപ്പം ഇല്ലേ എന്ന് പറഞ്ഞു. വേറെ ഒരിക്കൽ ഞങ്ങൾക്ക് വിശപ്പ്, ഞങ്ങൾക്ക് മന്ന കിണ്ണ് കെട്ട മന്ന ഞങ്ങൾ തിന്ന് മടുത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറച്ചിയില്ലേ എന്ന് പറഞ്ഞ് വെള്ളം വെച്ചു. ഇങ്ങനെ വെള്ളം വെച്ച് ഇവരെ കൊണ്ട് മടുത്ത് ആരെങ്കിലും സഹായിക്കാനുണ്ടോ? അഹ്റോനുണ്ട്, അതുകൊണ്ട് വല്ലതും ആയോ? എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും തരത്തിൽ ധൈര്യം കിട്ടുന്ന വല്ലതും ഉണ്ടോ? ഈശോ അല്ലാതെ, ദൈവത്തിൻ്റെ പ്രചോദനമല്ലാതെ. അങ്ങനെ ആ പടം എടുത്ത് കഴിയുമ്പോൾ വെള്ളമില്ലേ എന്ന് പറഞ്ഞ് വെള്ളം വെച്ചു. ഒരിക്കൽ വെള്ളമില്ലാണ്ട് വന്നു. അപ്പോൾ അങ്ങ് ദൂരെ നോക്കി ഒരു തടാകം കണ്ടു. മാറായിലെ ജലം, കയ്പുള്ളതെന്ന വാക്കിൻ്റെ അർത്ഥം. അവിടെ ചെന്ന് വെള്ളം കോരി കുടിച്ച് അപ്പടി കയ്പം. അപ്പം നേരെ തിരിഞ്ഞു മോശയോട് ഭയങ്കരമായ രീതിയിൽ തട്ടിക്കയറി. ഇതിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് വെള്ളമില്ലാതെ മരിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ വിഷമിച്ചപ്പോൾ കൈകൾ വിരിച്ച് പിടിച്ച് മോശ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു അതിൻ്റെ സമീപത്ത് കിടക്കേണ്ട തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലിടാൻ പറഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ തടിക്കഷ്ണം ക്രൂശിതൻ്റെ കുരിശിൻ്റെ പ്രതീകമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ വാസ്തവത്തിൽ പ്രാക്ടിക്കൽ പറഞ്ഞാൽ എന്തായിരിക്കും? ആ തടിക്കഷ്ണം ഒരു അങ്ങാടി മരുന്നായിരിക്കാം. എന്തായാലും അത് വെള്ളത്തിലിട്ടതോടെ രുചി മാറി വെള്ളം കുടിച്ചു. ഇത് ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ബുദ്ധിമുട്ടി വെള്ളമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ജനത്തെ ആ പാറയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പാറയുടെ അടുത്തേക്ക് ഇത് കൊണ്ടുപോയില്ല. അത് കൊറിന്തോസുകാർക്കല്ലേ 1 ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പുസ്തകം പറയുന്നത് ആ പാറ ഈശോ മിശിഹായാണ്, ആ ജലം പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അല്പം അങ്ങ് അരിശപ്പെടും, മടുത്തിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മളതിനെ മുമ്പ് തന്നെ തല്ലി പൊളിച്ച് ഗുണം വരുത്തും. ഭയങ്കരമായിട്ട് അരിശപ്പെട്ടു. ഏതാണ് നിനക്കൊക്കെ ഞങ്ങൾ പാറ പൊട്ടിച്ച് വെള്ളം തരണോ എന്നങ്ങ് ചോദിച്ചു. ചോദിച്ചത് എന്നാ, നിനക്കൊക്കെ ഞങ്ങൾ പാറ പൊട്ടിച്ച് വെള്ളം തരണമോ? ആ ചോദ്യത്തിൻ്റെ ദോഷം കണ്ടോ? എന്നതാത്? ആരാ വെള്ളം കൊടുക്കുന്ന? മോശയല്ല. മോശയോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പാറയുടെ അടുത്തേക്ക് കൊണ്ടില്ല, വെള്ളം കൊടുക്കുന്ന കർത്താവാണ്. ദൈവത്തെ ജനത്തിൻ്റെ അവിടെ പാറയ്ക്ക് ചുറ്റും കൊണ്ടുവന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പാറ പ്രതിനിധാനം ചെയ്യുന്നത്. ഈശോ മിശിഹായുടെ പ്രാതിനിധ്യം നമുക്കറിയാമല്ലോ. മോശ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ എന്നാ പറയുന്നത്? പാറയുടെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞു. ആ പാറയുടെ വിടവിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കടന്നു പോകുന്നു, നീ കാണും, എൻ്റെ പിൻഭാഗം കാണും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തികൾ കാണും. അങ്ങനെയാണല്ലോ കാണിച്ചത്. അതുപോലെ അല്ലേ ഒരു പാറയിൽ ആ പാറ അവിടെ ജനത്തെ കൊണ്ടൊന്ന് വട്ടം നിർത്തിയിട്ട് ദൈവമേ സ്തുതി, ദൈവമേ മഹത്വം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം തട്ടിക്കയറും. ഉടനെ ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ്, തമ്പുരാൻ ശിക്ഷിക്കരുത്, നീ കാനാൻ ദേശം കാണുകയില്ല. അപ്പോൾ അതുകൊണ്ടോ മെഡിസിനൽ പണിഷ്മെൻ്റ് ആണെങ്കിലും ശരി, അത് മോശയുടെ മനസ്സിലുള്ളതുകൊണ്ട് പറയുകയാണ്, ഞാൻ യോർദാൻ കടക്കില്ല എന്ന്
പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജോഷുവയെ ഏൽപ്പിക്കണം. ഇതെവിടാ? ഇത് മൊവാബ് ദേശമാണ്. മൊവാബ് അറുവരിൽ വെച്ച് ആ നിയമാവർത്തന പുസ്തകത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് യോർദാൻ നദിയാണ്. ആ യോർദാൻ അക്കരെ നീ കടക്കുകയില്ലെന്ന് പറഞ്ഞിരിക്കും. ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഇസ്രായേൽ യാത്ര ഈ ടൂറിസ്റ്റ് പോകുമ്പോൾ ഓർത്തോണം കേട്ടോ, യോർദാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അമ്മാനിൽ നിന്നാണ് പോകുന്നത്. അമ്മോനിയുടെ പഴയ നാടാണ്. അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ട് പറയാം. അതുകൊണ്ട് ഇവിടെ ശത്രുക്കളെ തുരത്തുന്നതും നയിക്കുന്നതും കർത്താവാണ് എന്ന കാര്യം അനുസ്മരിപ്പിക്കുക. അത് കർത്താവ് തന്നെയാണ്. അപ്പോൾ ജോഷുവയോട് കൃത്യം പറയുക, കർത്താവ് തന്നെയാണ് നയിക്കുന്നത്, നീയല്ല. അപ്പോൾ സീഹോനെയും ഓഗിനെയും മറ്റ് പല രാജാക്കന്മാരാണ്, അവരെയൊക്കെ കീഴടക്കിയത് പോലെ മറ്റുള്ളവരെ കീഴടക്കം പേടിക്കണം. വരാൻ പോകുന്ന കാര്യം നമുക്കറിയാമല്ലോ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവിടെ കറക്റ്റായിട്ട് ജെറിക്കോ മുതൽ അവിടെ ചെയ്യുന്നതുകൊണ്ട് 7 പ്രാവശ്യം പ്രാർത്ഥിച്ച്, 7 ദിവസം പ്രാർത്ഥിച്ച് 7ാമത്തെ ദിവസങ്ങളിൽ മതിലിടിഞ്ഞ് താഴെ വീണു. ഈശോയുടെ പ്രവർത്തനം ശക്തമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ദൈവം ഇടപെടുന്നു എന്ന് പറയുന്നത് തമ്പുരാൻ്റെ പദ്ധതി പ്രകാരം അവിടുത്തെ പരിപാലനയിൽ നമ്മുടെ നന്മയ്ക്കായിട്ട് ഇടപെടേണ്ടപ്പോൾ ഇടപെടും. എൻ്റെ കണ്ണുനീരാരും കാണുന്നില്ല എന്നാലും നിലവിളിക്കേണ്ട കാര്യമില്ല. കർത്താവ് കണ്ണീര് കാണുന്നവരാം. സഹായജനത്തിന് നിലവ് എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു, നീ അവരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ കർത്താവാണിത്. എല്ലായ്പ്പോഴും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് നീ ധൈര്യപ്പെടുത്തുകയാണ്. അപ്പോൾ നീ ശക്തരും ധീരരായിരിക്കും. ആദ്യം പൊതുവിൽ പറഞ്ഞത് ജോഷുവായിട്ട് നേരിട്ട് പറയാണ്, നീ ശക്തനും ധീരനുമായിരിക്കാം. കർത്താവാണ് പറയുന്നത്. അപ്പോൾ കർത്താവിനും അനുസരിച്ചാൽ മാത്രം മതി. ദൗത്യം പൂർത്തിയാക്കൽ എന്ന് പറയുന്നത് ഈശോയിലൂടെയാണ്. നമ്മുടെ ഈ വചനഭാവം, ഈ ഭാവം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചു പോയ സമയം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലേക്ക് അപ്ലൈ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ ഏൽപ്പിക്കുക ഒരു ദൗത്യമുണ്ട്. ആരായാലും ശരി, കുടുംബത്തിൻ്റെ ദൗത്യമായിരിക്കാം, സഭയുടെ ദൗത്യമായിരിക്കാം, രാഷ്ട്രീയ ദൗത്യമായിരിക്കാം. എന്നാൽ ഏൽപ്പിക്കപ്പെട്ടത് നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അപ്പോൾ നമ്മൾ തന്നിൽ തന്നെ ആശ്രയിക്കാൻ പോകരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെയാണ് വലിയ നേതാക്കന്മാരൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാകും. ദൈവം കൂടെയുണ്ട് എന്ന ചിന്ത, തന്നെയല്ല മുമ്പിൽ നടക്കുന്ന ഈശോയാണ് എന്നുള്ള ചിന്ത. അതുകൊണ്ട് ആ വിഷാദമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും സന്തോഷം മുമ്പോട്ട് പോകാനുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ വചനഭാഗത്തിൽ നിന്ന് രണ്ടാമത്തേക്ക് കടക്കുകയാണ്. അത് യേശയ്യായുടെ പുസ്തകത്തിൻ്റെ 41 അധ്യായം 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ്. ഈ യേശയ്യ പ്രവാചകൻ നമുക്കറിയാമല്ലോ, 3 പേരുണ്ട് അവർ. അതായത് 39 വരെ ഒരാൾ, അതിനുശേഷം 55 വരെ രണ്ടാം യേശയ്യ, 55 ശേഷമുള്ള മൂന്നാം യേശയ്യ. ഇപ്പോൾ രണ്ടാം യേശയ്യയുടെ സാഹചര്യം എന്താണ്? ദൈവജനം ബാബിലോണിലെ അടിമത്തം കിടന്ന് പൊളഞ്ഞ് തീരാറായും ദൈവം അവരെ വിമോചിപ്പിക്കുന്നതിന് സന്ദേശം കൊടുത്തുകൊണ്ട് സൈറസ് ചക്രവർത്തിയെ ഒരുക്കി നിർത്തിയിട്ട് ഇവരെ മോചിപ്പിക്കാൻ പോകുന്ന സംഗതി പ്രവാചകൻ മുമ്പ് ദർശനത്തിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഭാഗമാണ്. അതായത് ദൈവം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് അതെടുത്ത് കൃത്യമായിട്ട് പറയുന്ന ഭാഗമാണ്. 41 അധ്യായം പറയുന്നത് എന്താ? എൻ്റെ ദാസനായ ഇസ്രായേലെ വിളിക്കുക. എവിടെയാണ് കിടക്കുന്നത്? ബാബിലോണിൽ. എൻ്റെ ദാസനായ ഇസ്രായേലെ, എല്ലാം നഷ്ടപ്പെട്ട് വെച്ച് കിടക്കുക. ദേവാലയവും പോയി, രാജ്യവും പോയി, ഒക്കെ പോയി. അപ്പോൾ വിളിക്കുന്നത് എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ. കണ്ടോ വിളിച്ചിരിക്കുന്നത്? വീണ്ടും പറയുക, എൻ്റെ സ്നേഹിതനായ അബ്രഹാത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഓക്കെ, എൻ്റെ ദാസനായ ഇസ്രായേലേ. അതുപോലെ തന്നെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബയും, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനെ പറഞ്ഞിരിക്കണല്ലേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയും, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മൾ മനസ്സിലേക്ക് വരേണ്ടതല്ലേ, നമ്മളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മാമോദിസാല തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുണ്ട് എങ്കിൽ ദൈവം പറയുന്നു, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും ഞാൻ നിന്നെ കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയാം, അതുകൊണ്ട് വിദൂര ദിക്കുകളിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ചു. ഏതാ വിദൂരം? ബാബിലോൺ ഏതാ? ഇന്നത്തെ ഇറാഖ്. അവിടുന്ന് ഇസ്രായേലിലേക്ക് നമ്മൾ ഇപ്പം നോക്കിയാൽ വലിയ ദൂരമൊന്നുമില്ല. അന്നെന്തേ ഭയങ്കര ദൂരത്തിലാണ്. ഞാൻ വിദൂരത്തിൽ നിന്ന് ഞാൻ വിളിച്ചു. എന്നിട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. എത്ര സുന്ദരമായ ഒരു പ്രാർത്ഥനാഗീതം തന്നെയില്ലേ, സംഭ്രമിക്കേണ്ട, ഞാനാണ് ദൈവം. നമ്മൾ ഓർക്കണേ, ഇത് വായിച്ച് ചരിത്രത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോയാൽ പോരാ. എന്നോട്, എൻ്റെ ആത്മാവോട്, എൻ്റെ ഹൃദയത്തോട് എനിക്ക് നിരാശ വരുമ്പം, എൻ്റെ വിഷമം വരുമ്പോൾ എന്നോട് ഈശോ പറയുന്നതായത്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. നീ എന്തിനെയാണ് പേടിക്കുന്നത്? നീ ഒട്ടും വിഷമിക്കേണ്ട. നിനക്ക് സാമ്പത്തിക തകർച്ച വന്നോ? സാരമില്ല. നിനക്ക് രോഗത്തിൻ്റെ പ്രശ്നം വന്നോ? സാരമില്ല. നിൻ്റെ മക്കൾ തലകുത്തി പോകുന്നുണ്ടോ? നീ സാരമില്ല. നീ എൻ്റെ പക്കൽ വരണം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും,
ഞാനാണ് ദൈവം, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, എന്നിട്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അതായത് ഈ വിളിച്ച ആളിനെ കുറിച്ച് വിശ്വസ്തമായ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുകയില്ല. അതാണ് വചനം പറയുന്നത്. എന്നിട്ട് എൻ്റെ വിജയകരമായ വലത്ത് കരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഓക്കെ, ദൈവം വിളിച്ചു, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു, പിന്നെ സംഭ്രമിക്കേണ്ടെന്ന് പറയുന്നു, ഞാനാണ് നിൻ്റെ ദൈവം എന്ന് പറഞ്ഞു, എൻ്റെ വലത്ത് കരം. ഇത് നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടുള്ള പൂർവ്വയോസാഫിൻ്റെ കാര്യത്തിലല്ലേ. അത് ഏത് കോൺടെക്സ്റ്റിൽ ചെന്നാലും കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായി. എന്തെല്ലാം അനുഭവിച്ചത്, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് എന്തൊരു ഭയങ്കര ദുഷ്ടത അവർ കാണിച്ചത്. അവസാനം കൊല്ലാൻ തീരുമാനിച്ചിട്ട് വീണ്ടും റൂബൻ്റെ താല്പര്യം കൊണ്ട് കൊല്ലാതെ വന്ന് അവസാനം പൊട്ടക്കണ്ണിൽ തട്ടിയിട്ട് പിന്നെ അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് ഫറവോയുടെ വീട്ടിലെത്തത്തക്ക രീതിയിൽ കൊണ്ട് ആ കഥകളെല്ലാം എടുത്ത് വീണ്ടും വായിച്ചു നോക്കണം. കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും ആവർത്തിക്കുന്ന സാധനം. കർത്താവിന് കരം ഇവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ചെയ്യാത്ത തെറ്റിനെ കുറ്റവാളിയാക്കിക്കൊണ്ട് കാരാഗ്രഹത്തിലാക്കി. അവിടെ നിലവിളിച്ചില്ല, ചെയ്യാത്ത തെറ്റിന് കുറ്റവാളിയാക്കി. ആലോചിച്ച് നോക്കി. പൊത്തിഫാറിൻ്റെ ഭാര്യ എന്താ ചെയ്തു? ആലോചിച്ച് നോക്കി. ആ കുറ്റവാളി എന്ന നിലയിൽ അവിടെ കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കുറ്റവാളിയാണെന്ന് പറഞ്ഞില്ല. കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായി. അവിടെ എന്ത് ചെയ്തു? ആ 2 സേവകരെ അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ചു, സ്വപ്നം വ്യാഖ്യാനിച്ച് അവസാനം രാജാവിൻ്റെ അടുത്ത് ചെയ്യുന്നു. രാജാവ് സ്വപ്നം കാണുന്നു. കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അവസാനം എന്നാ സംഭവിക്കുന്നത്? വെറുതെ ഉപേക്ഷിക്കപ്പെട്ടവൻ, കല്ലെറിയപ്പെട്ടവൻ, തള്ളിക്കറയപ്പെട്ട മൂലക്കല്ല്, അത് മൂലക്കല്ലായിരുന്നു തീർന്നു. തള്ളി പറഞ്ഞ ഉപേക്ഷിച്ചയാൾ രാജാവ് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ അതിലേക്ക് കിടക്കത്തില്ല. അവിടെയെല്ലാം എപ്പോൾ ആവർത്തിക്കുന്ന ആ പദത്തെക്കുറിച്ച് എന്നോട് പറയാം. കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണ്ടേ? കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ അതുകൊണ്ടൊന്നും വിഷമിക്കത്തില്ലെന്ന്, എൻ്റെ പ്രയാസങ്ങളിൽ കർത്താവിൻ്റെ കരം ഉണ്ടെന്ന് അത് ഉറപ്പായും വിശ്വസിക്കേണ്ടതല്ലേ? അതുകൊണ്ട് എൻ്റെ വിജയകരമായ വലത്തുകാരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവൻ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവൻ നശിച്ച് ഒന്നും അല്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാവും. തിപ്പറ എന്നാ ധൈര്യം വേണ്ടി? ഇതാണ് ഈ വചനം. ശൂന്യരാവും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കണം. നമ്മൾ കർത്താവിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു അല്ല പറഞ്ഞിരിക്കും. നമ്മളാ പിടിച്ചിരിക്കുന്ന പിള്ളേർ പള്ളിയിൽ പോകുമ്പോൾ വല്യപ്പൻ്റെ കയ്യിൽ കൈ പിടിച്ചോണ്ട പോകുന്നെങ്കിൽ പെട്ടെന്ന് ഓടി പല്ല് ആട്ടുംകുട്ടി വരുന്നത് അതിൻ്റെ പുറകെ പോകും. അപ്പൻ്റെ കൈയാണ് പിടിച്ചിരിക്കുന്നുള്ളൂ, കൊച്ചങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞാൽ നിന്റെ വലത്ത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കണം. ഞാൻ പിടിച്ചിരിക്കും, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. കൃമിയായ യാക്കോബേ, നോക്കണേ, വാസ്തവം പറഞ്ഞത് ഒന്നും അല്ലാത്ത മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം പറയാം, നീ വെറും കൃമിയാണ്, വെറും പുഴു. കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ കൃമി ആരാകാൻ പോകുന്നത് കേട്ടോ അടുത്ത്. എന്നിട്ട് എന്നാ പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതുമായ പല്ലുള്ള ചക്രങ്ങളോട് കൂടിയ മെരിവണ്ടിയാക്കും. നോക്കാം, ആ പുഴുവിനെ മെരിവണ്ടിയാക്കുമെന്ന്. മലകളെ തകർത്ത് പൊടിയാക്കാൻ പറ്റുന്ന മെരിവണ്ടിയാക്കും. കുന്നുകളെ പതിരു പോലെയാക്കും. നീ അവയൊക്കെ പാറ്റുകയും ചെയ്യും. അവയെ പറപ്പിച്ച് കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറുകയും ചെയ്യും. ഇപ്പം ഈ കൃമി, ഈ പുഴു കർത്താവിൻ്റെ ശക്തി കടന്നു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മെരിവണ്ടിയായി, മൂർച്ചയുള്ള പല്ലോടുകൂടിയ ചക്രങ്ങളോട് കൂടിയ മെരിവണ്ടിയാക്കി മാറ്റുമെന്നാണ്. അപ്പം നിന്നെ ശക്തനാക്കുമ്പോൾ ഓർക്കണം, എൻ്റെ ശക്തിയല്ലത്, കർത്താവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധ അഭയം. ഇതാണ് രണ്ടാമത്തെ എത്ര സുന്ദരമായ വചനഭാവം. ആലോചിച്ച് നോക്കി നമ്മൾ എന്ത് ചെയ്ത് ധ്യാനിച്ചാൽ ഒന്നൊക്കെ ഒന്ന് കാണാൻ പിടിക്കേണ്ട ഈ ഭാഗങ്ങളൊക്കെ. വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെയാണ് ഹൃദയത്തിൽ ഉണർന്നു വരേണ്ടത്. കർത്താവ് പറയുന്ന സംഗതി, നീ വെറും കൃമിയാണ്, വെറും പുഴുവ, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിലോ നീ മൂർച്ചയുള്ള പല്ലുകളോട് കൂടിയ ചക്രങ്ങളുള്ള മെരിവണ്ടിയായിട്ട് തീരും. നിൻ്റെ മുമ്പിൽ കാണുന്ന പ്രതിബന്ധങ്ങളുണ്ടല്ലോ, അതായി കുന്നുകളും മലകളും എന്ന് പറയും, അതിനെയൊക്കെ പൊടിയാക്കി മാറ്റുമെന്ന്. അപ്പം അതുകൊണ്ട് അതൊരു വല്ലാത്ത അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ധൈര്യമാണ്. അവിടെ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന വാക്യമാണ് ഭയപ്പെടേണ്ട. വേദവത്തിൻ്റെ ആദ്യ അവസാനമുണ്ട്. ഈശോനെ ഉത്ഥാനം ചെയ്ത് കഴിയും ചെന്ന ശിശുമാർ ആദ്യം പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാനാണ്, ഭയപ്പെടേണ്ട. അപ്പം അതിനെപ്പോഴും നമുക്ക് ഭയം മനുഷ്യാസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഉള്ളിൽ എന്തുകൊണ്ടാണ് ഭയം വരുന്നത്? നമ്മൾ പരിമിതമായ അസ്തിത്വമുള്ളവരാണ്.
അത് ഭയപ്പെടുന്നു. നമുക്കറിയാൻ പാടില്ല എല്ലാ കാര്യങ്ങളും, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമാണ്, നമ്മുടെ യുക്തിയും പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ ഭാവി എന്ത് സംഭവിക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ ഭയം സ്വാഭാവികമായിട്ട് വരുമ്പോൾ ഇതാ ആദ്യം അന്തവുമായവൻ ഇന്നും എന്നും ഉള്ളവൻ അവൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇതല്ലേ നമുക്ക് ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നല്ലേ വിളിച്ചില്ലേ അബ്രഹാമിനെ, ദൈവത്തിൻ്റെ സ്നേഹിതനും അതിന് വാഗ്ദാനം നൽകിയിട്ടുള്ള പിതാക്കന്മാർ, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും, അതുകൊണ്ട് നിൻ്റെ വലത്തുകൈ താങ്ങും, നീ കൃമിയാണ്, അത് നീ ഓർത്തോണം, നീ വെറും പുഴുവ, നിനക്ക് വലിയ അസ്തിത്വമൊന്നുമില്ല. അപ്പോൾ അസ്തിത്വം ആലോചിച്ച് നോക്കി, നമ്മുടെ ഏതെങ്കിലും ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങളോ എന്ത് കണ്ടതാണ് നീ വലിയ ഭയങ്കര പൊങ്ങച്ചം കാണിക്കുന്നത്? എന്ത് കണ്ടിട്ട് അതിൻ്റെ സൗന്ദര്യമോ? നിനക്കൊരു സ്കിൻ ഡിസീസ് വരാതെ അധികം നേരമൊന്നും വേണ്ട. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ ആരോഗ്യമോ? വെറുതെ ഒരു ചെറിയ ഞരമ്പ് പൊട്ടിയാവും, അതിൻ്റെ പണി തീർന്നു. പിന്നെ എന്ത് കണ്ടോ നീ പൊങ്ങച്ചമ്മ കാണിക്കുന്ന? ഒന്നുമില്ല, വെറും കൃമിയാണ്, നീ വെറും പുഴുവ. പക്ഷേ നിന്നിലേക്ക് ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ നീ അതിശക്തനായി, അപ്പോഴാണ് നീ ആയിട്ട് തീരുക. അതുകൊണ്ട് ശോചനീയമായ അവസ്ഥയാണ്. ഞാൻ നിൻ്റെ രക്ഷകനാണ്. ഗോയൽ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ഗോയൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് രക്ഷകനായി തീരുന്ന ആളിനെയാണ് ഗോയൽ എന്ന് പറയുന്നത്. ദൈവം ഇവിടെ രക്ഷകനായി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആരാണ്? രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഒരു വ്യക്തിയുടെ അതിൻ്റെ പേരാണ്, ബന്ധുവിൻ്റെ പേരാണ് ഗോയൽ, ബന്ധുവാണ് ഗോയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ആ പുറപ്പാടിൻ്റെ പുസ്തകത്തിന് 6-ാം അധ്യായത്തിലൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു കുടുംബാംഗമായിട്ട് തീരുക നമ്മുടെ കൂടെ. ഇവിടെ ആവിഷ്കരിക്കുന്ന, ഇവിടെ വെളിപ്പെടുന്ന ദൈവം അന്യനല്ല, ഗോയല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധുവാണ്, നമ്മുടെ ഒപ്പമുള്ളയാളാണ്. അങ്ങനെ ആയിത്തീരുക. അതായത് 43-ാം അധ്യായം ഏശയ്യാ 43:4 പറയുന്നു, നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് എന്ന് പറഞ്ഞാൽ ഈശോയെക്കുറിച്ച് പറയുന്നതാണ്. നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ്. അതുതന്നെ ആവർത്തിക്കുക 44:6 ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നായകനുമായ കർത്താവ് എന്ന് പറഞ്ഞിരിക്കും. അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിൻ്റെ രക്ഷകനായ കർത്താവാണ് ഞാൻ. അപ്പോൾ നിൻ്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് എന്ന് 43:17 പറയുന്നു. അപ്പോൾ ഈശോ ആരാണ്? നമുക്ക് കർത്താവ് തന്നെ ചോദിച്ചില്ലേ, ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്. നമ്മളതൊന്നും വ്യാഖ്യാനിക്കാൻ പോകല്ലേ. ഇപ്പോൾ ഇന്ന് ഹൃദയത്തിൽ പറയണം, ഈശോ എനിക്ക് ആരാണ്? എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും വിമോചകനുമല്ലേ? അത് കറക്റ്റായിട്ട് പറഞ്ഞ് പിടിപ്പിച്ചിട്ടില്ലേ? നടപടി പുസ്തകത്തിൻ്റെ 4:12 എന്താ പറയുന്നത്? മറ്റൊരുവനിലും രക്ഷയില്ല. നോക്കണേ വാക്ക്, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യൻ്റെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം വയ്ക്കപ്പെട്ടിട്ടില്ല. ഇത്ര അസന്നിഗ്ധമായിട്ട് വചനം പറയും നമ്മളോട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തുറന്നു വരികയാണത്. യേശയ്യായോടെ കടന്നു വരികയാണ്. അതുകൊണ്ട് നിന്നെ മെരിവണ്ടിയാക്കി മാറ്റും ദൈവം, നിന്നെ കരുത്തുള്ളവനായിട്ട് മായ്ക്കും. ആദ്യത്തെ പുറപ്പാട് പോലെ തന്നെ രണ്ടാമത്തെ പുറപ്പാട് എവിടെ നിന്ന്? ബാബിലോണിൽ നിന്നും. ആദ്യത്തെ പുറപ്പാട് എവിടെ നിന്ന്? ഈജിപ്തിൽ നിന്നും. അതുപോലെ തന്നെ രണ്ടാമത്തെ പുറപ്പാടാണ് ബാബിലോൺ. നമുക്കറിയാം എസ്രാ നെഹമ്യായുടെ കാലഘട്ടമൊക്കെ അതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭയം മാറിപ്പോവും. നമ്മുടെ ആ വ്യക്തിത്വത്തിൻ്റെ അതിൻ്റെ ഏകാന്തതയിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരും. അത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വീണ്ടും 3-ാമത്തെ വചനഭാഗത്തേക്ക്, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൻ്റെ വളരെ മനോഹരമായ 3-ാം അധ്യായം, ഈശോ എന്നെ സ്വന്തമാക്കി. അതൊക്കെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഭാഗം അതാണ്. ഈശോ എന്നെ സ്വന്തമാക്കി. എന്നാൽ ഞാനിതുവരെയും സ്വന്തമാക്കിയിട്ടില്ല. പക്ഷേ ഞാനിന്ന് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പിമ്പിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ള ലക്ഷ്യമാക്കി ദൈവത്തെ ഈശോമിശിയാകുന്ന സമ്മാനം വാങ്ങിക്കാൻ ഞാൻ പ്രയാണം ചെയ്യുന്നതാണ് പറയുക. എത്ര ഹൃദ്യമായ ആത്മീയമായ അനുഭവമാണ് പൗലോസ്ലീഹായുടെ. അത് നമുക്കും പങ്കുചേരേണ്ടതല്ലേ? അവിടെ ആലോചിച്ച് നോക്കി. ഫിലിപ്പിയർക്കൊക്കെ 3-ാം അധ്യായം 4-16 വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കടന്നു പോകും. എന്നാൽ എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആരെയെങ്കാൽ അതിനുള്ള അവകാശം, ശരീരം എന്ന് പറഞ്ഞാൽ ഭൗമിക സാഹചര്യം, അവിടെയുള്ള പ്രത്യാശ എനിക്ക് വയ്ക്കാൻ കഴിയും. കാരണം അങ്ങനെ ആരായിരുന്നു? ഡബിൾ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്. VIP ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള ഗമാലിയലിൻ്റെ പാഠാന്തരത്തിൽ പഠിച്ച ആളാണ്. അവിടെ ഏറ്റവും ശുദ്ധനായ ഇസ്രായേൽക്കാരൻ. അത് മതപരിവർത്തനം ചെയ്ത് വന്നവനല്ല, അത് എബ്രായനാണ്. ഇസ്രായേൽക്കാരനാണ്. തന്നെയല്ല വലിയ ഭയങ്കര കുലമഹിമയുള്ള ആളാണ്. ആദ്യത്തെ രാജാവിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്. ഏതാ? ബെഞ്ചമിൻ ഗോത്രം, സാവൂലിൻ്റെ ഗോത്രമാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തുകൊണ്ടാണ്? തീഷ്ണത കൊണ്ട് ഞങ്ങൾ സഭയുടെ പീഡിപ്പിച്ചയാളാണ്. പക്ഷേ ഇതെല്ലാം എനിക്ക് എന്താണ്? എൻ്റെ ഈശോമിശിഹായെ അറിവിനെ പ്രതി. അവിടെ അറിവെന്ന് പറഞ്ഞാൽ എൻ്റെ ആഴമായ ബന്ധത്തെ പ്രതി ഇവയെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതെന്ന് പറയുന്ന ഭാഗമൊക്കെ എത്രയോ ആദ്യാലും ഉത്തരം നൽകുന്നത്. അതേ കേട്ടോ. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാം. ഹെബ്രായ എന്നുള്ള ഹെബ്രായനാം. നിയമപ്രകാരം പരിസയനാം. നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കൂറ്റുമറ്റവനാം. ഇത്ര കൂടുതൽ അവിടെ ജീവിക്കാൻ പിന്നെ എന്താ വേണ്ടി?
പൂർണ്ണ യഹൂദന. ഫരിസേയ എന്ന പദം ഈശോ അവരെ പരിഹസിച്ചതുകൊണ്ടും ശിക്ഷിച്ചതും അല്ലെങ്കിൽ അവരെ ശകാരിച്ചതുകൊണ്ടാണ് ആ പദത്തിൻ്റെ അർത്ഥം വിട്ടുപോയത്. ഇപ്പം പരിസേയൻ ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഡൈക്കോട്ടമസ് പേഴ്സൺ എന്നുള്ള അർത്ഥമാണ്. അതായത് അകത്ത് കത്തിയും പുറത്ത് പത്തിയായിട്ട് നടക്കുന്ന പരിസേയൻ എന്ന് പറയും. വാസ്തവത്തിൽ വാക്കിൻ്റെ അർത്ഥം അതല്ല, സെപ്പറേറ്റഡ് ബ്രദറൻ എന്നാണ്. ഇതാണ് ഫാരസി എന്ന വാക്കിൻ്റെ അർത്ഥം. എന്തിനു വേണ്ടി സെപ്പറേറ്റഡാണ്? ദൈവവചനത്തിന് വേണ്ടി. ആ ഘട്ടത്തിൽ ഭയങ്കര ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. വചനത്തെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം തന്നെ അതിനകത്തുണ്ടായി. അവരതിനു വേണ്ടി പ്രതിജ്ഞയെടുത്ത് ഫരിസേയർ എന്ന പേരിൽ ദൈവവചനത്തിന് കാവൽക്കാരായി നിന്നവരാണ് ഈ ഫരിസേയർ. അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഓൾഡ് ടെസ്റ്റമെന്റ് കിട്ടില്ല, യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? എന്ത് ഭയങ്കരമാണ് അവർ ചെയ്ത്. വലിയ മലയിൽ പോയി ചെമ്പ് കുടത്തിലാക്കി ഈ ഏഷ്യയുടെ ചുരുളുകൾ കൊണ്ട് കുഴിച്ചിട്ടു. അങ്ങനെ കൊമറാൻ ദ്വീപുകൾ എന്ന് പറയും. അവിടുന്ന് 1947 കണ്ടെത്തി ഞങ്ങൾ മരിച്ചാലും വചനം മരിക്കാൻ പാടില്ല, വചനം നശിക്കാൻ പാടില്ല. ഇത് കണ്ടെത്തി കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ ഫരിസേയർ എന്ന് പറയും. ഇപ്പോൾ ഫരിസേയരെക്കുറിച്ച് രണ്ടർത്ഥമുണ്ടെന്ന് ഓർത്തോണം. കർത്താവ് വെള്ളയടിച്ച് കുടിമാറുന്നവർ വിളിച്ചു. കാരണം അവർ ജീവിതത്തിൻ്റെ ഡൈക്കോട്ടമി ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ എന്തെല്ലാം വിളിക്കേണ്ടതാണ്, നമ്മളെ എന്തെല്ലാം വിളിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കാളും മെച്ചപ്പെട്ട മനുഷ്യരായിരുന്നു. അവർ കിട്ടിയ ധാരണ അനുസരിച്ച് ജീവിച്ചു. അപ്പോൾ അവരാണ് വചനത്തെ സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ എന്നിട്ട് പറയുക, എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം, അറിവെന്ന് പറയാൻ ബന്ധമാണ്, ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വം നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സർവ്വം നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും. പെട്ടെന്ന് കമ്പയർ ചെയ്യല്ലേ. ഇതുവരെ ഒരുപാട് ആനുകൂല്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ കുടുംബ മഹിമയുണ്ട്, എൻ്റെ വിദ്യാഭ്യാസമുണ്ട്, എൻ്റെ സ്ഥാനമുണ്ട്, സാൻഖ്യത്തിന് സംഘത്തിൻ്റെ അംഗമാണ്. പക്ഷേ ആ ആനുകൂല്യങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലോ, ഞാൻ ഈശോയെ അറിഞ്ഞ് എൻ്റെ ഹൃദയത്തിലോട്ട് ബന്ധപ്പെട്ട് ആഴമായ ബന്ധത്തിലേക്ക് വന്നു. ഇതൊക്കെ വെറും ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതുന്നു. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടി കാണപ്പെടുന്നതിനും വേണ്ടി. അതെവിടെയാണ് കാണപ്പെടുന്നത്? പുനരുത്ഥാനത്തിൽ ഈശോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യപുത്രൻ്റെ ആകാശമേഖലകൾ കടന്നു വരുമെന്ന് ദൈവത്തിൻ്റെ ആജ്ഞാസനം കയറുകയും പ്രധാന മലാഖയുടെ കാഹളോത്തരം കേൾക്കുകയും ചെയ്യുമ്പം മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ കടന്നു വരുമെന്ന്, അപ്പോൾ അവൻ്റെ കൂടെ ആയിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് നീ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടൊപ്പം ഒന്നായിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല. കണ്ടോ, അദ്ദേഹം കുറ്റമറ്റവനായിരുന്നു. ആ നീതി എനിക്കാവശ്യമില്ല. പിന്നെ ക്രിസ്തുവിൻ്റെ ഉള്ള വിശ്വാസം വഴി ഉള്ള നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിനുള്ള നീതി. അതുകൊണ്ടാണ് ഈശോയുടെ അപ്പസ്തോലൻ്റെ വിഷയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഗലാത്യർക്കുള്ള ലേഖനവും റോമാക്കാർക്ക് ലേഖനവും ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. നീതി എന്ന് പറയുന്നത് നമ്മൾ ജീതീകരിക്കപ്പെടുന്ന വിശ്വാസത്താലാണെന്ന് പഠിപ്പിക്കുന്ന പാഠമാണ്. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും രണ്ട് കാര്യങ്ങളാണ്. അവനെ പിന്നെ അവൻ്റെ പുനരുത്ഥാന ശക്തി, ആ ശക്തി അറിയുകയാണെങ്കിൽ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചെന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാമോദിസയെക്കുറിച്ച് പറയുന്നു. മാമോദിസ വഴിയായിട്ട് തമ്പുരാനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ പുനരുത്ഥാനത്തിൽ പങ്കുചേരുമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണമായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായും അത്ര വിശുദ്ധനായ അപ്പസ്തോലൻ ദൈവം അപ്പസ്തോലൻ പറയുക നമ്മളെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് കിട്ടിക്കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന്, പുണ്യവാനായെന്ന് വിശ്വസിക്കുന്നില്ലെന്നായി പറയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കും, അതെനിക്കറിയാം. കർത്താവ് എന്നെ സ്വന്തമാക്കിയിരിക്കും. സഹോദരൻ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എന്തിനാ? യേശു ക്രിസ്തുവിടെ ഉന്നതത്തിൽ വിളിയാകുന്ന സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി അതിലേക്ക് ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഈ വചനഭാഗം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. പക്ഷെ കേട്ടാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാം. ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് ഫീലിംഗ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാക്ക് പരിഭ്രാന്തി? പിന്നെ എന്തിനാ ഈ ഭരണഭീതി, മരണഭീതി എന്തിനാ? ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു പറയുന്നത് ആരെ? ഈശോ. നീ ആഴിയുടെ ആഴത്തിൽ കൂടെ പോയാലും ഞാൻ അവിടെ ഉണ്ട് നിൻ്റെ കൂടെ. നീ അഗ്നിയുടെ നാളങ്ങളിലൂടെ പോയാൽ ഞാൻ അവിടെ ഉണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്ന ഈശോ അല്ലേ? പിന്നെ എന്തിനാ നമുക്ക് മരണഭീതി? എന്തിനു വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ പറഞ്ഞാൽ എന്തെങ്കിലും നോക്കേട് വന്നു കഴിഞ്ഞാൽ ഓർമ്മ അത് ക്യാൻസറാണെന്ന് സംശയിക്കാൻ എന്തിനാ? ക്യാൻസർ ആണെങ്കിൽ വരട്ടെ. അതെന്ത് അനാവശ്യമായി ഭീതി ഉണ്ടാക്കി ജീവിതത്തിലെ സമാധാനം ശാന്തിയും കളയുന്നത്? അപ്പം അതുകൊണ്ട് നമുക്കെല്ലാം ഞാൻ എന്നാ ചെയ്യും, എൻ്റെ കാലം കഴിഞ്ഞ് എൻ്റെ മക്കൾ എന്നാ ചെയ്യും, എന്തിനാ ഭീതി?
മക്കൾ ദൈവം അവരുടെ കൂടെ ഇല്ലേ? ആവശ്യമില്ലാത്ത അനാവശ്യമായി എന്തിനാണ് ഭീതിപ്പെടുത്തുന്നത്? മക്കളെ ദൂരെ വിട്ടിട്ട് ഇപ്പം മൊബൈൽ ഫോണിൽ നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. മക്കളോട് കാനഡയിൽ തിരിച്ചു വരുമോ, ഓസ്ട്രേലിയയിൽ തിരിച്ചു വരുമോ, UK തിരിച്ചു വരുമോ, അതൊക്കെ വരുന്നെങ്കിൽ വരട്ടെ, ദൈവമില്ലേ കൂടെ? അങ്ങനെയുള്ള വിശ്വാസം ഉറപ്പിച്ചെടുക്കേണ്ടതല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വലിയ പഴയകാല മൂല്യങ്ങളെ പട്ടിക തന്നെ ഇവിടെ എടുത്തു പറഞ്ഞിട്ട് ഓർക്കുക. ഞാൻ ആവർത്തിക്കുന്നില്ല. അതായത് ഞാൻ എബ്രായനാണ്, 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ടവനാണ്, ഗമാലിയലിൻ്റെ പദാന്തത്തിൽ നിന്ന് പഠിച്ചവനാണ്, അതുകൊണ്ട് നീതിയുടെ കാര്യത്തിൽ കുറ്റമറ്റവനാണ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. അത് ഇതൊക്കെ മാറിയിട്ട് അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഈശോയോടുള്ള അടുപ്പത്തിൻ്റെ വില അതാണ് നാം ധരിക്കണം. നമ്മുടെ തിരുനാളുകളും നമ്മുടെ പെരുമാറ്റ കാര്യങ്ങളും ഒക്കെ ഈ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. നമ്മളിതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? തിരുനാൾ ആവശ്യം, ആഘോഷങ്ങൾ ആവശ്യം, ഒരു സംശയമില്ല. പക്ഷേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഹൃദയത്തിൽ പേർന്ന ഈശോയുടെ സാന്നിധ്യത്തെ ഒന്ന് പ്രഘോഷിക്കാനുള്ള ഒരു അവസരമാണ്. ആ പ്രഘോഷണം ഇല്ലാതെ നാം എന്ത് പ്രദർശനം നടത്തിയിട്ടാണ് പ്രയോജനം? എന്ത് പ്രദർശനം നടത്തിയിട്ടാണ് പ്രയോജനം ഇരിക്കുന്നത്? ഈശോയെ പ്രവേശിക്കുന്നില്ല എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജനമെന്ന നിലയിൽ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന വിഷയങ്ങളാണ് ഈ പ്രദർശനങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്കൊരു വീണ്ടുവിചാരത്തോടെ ഇതിനൊക്കെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അതുകൊണ്ട് ആഭിജാത്യമോ കുലമഹിമയോ ഒന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. ഈശോയെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം അവിടുന്ന് രക്ഷകനും പാപവിമോചകനുമാണ്, അവിടുന്ന് ജീവദാതാവായ ആത്മാവാണ്. അതുകൊണ്ട് ലക്ഷ്യം പ്രാപിക്കണം. നമുക്ക് ജീവദാതാവായ ആത്മാവിൽ നിന്ന് അവിടെ സ്വന്തമാക്കി അവിടുത്തെ ലക്ഷ്യം പ്രാപിക്കുമ്പോൾ പ്രയാണം ചെയ്യണം. അതുകൊണ്ട് പലരും കുരിശിൻ്റെ ശത്രുക്കളാണെന്ന് അപ്പോസ്തലനോട് പറയും. ആരെക്കുറിച്ചാണ് പറയുന്നറിയോ? പ്രോസ്പെറിറ്റി ഗോസ്പൽസുകാരെക്കുറിച്ച്. സഹനം വേണ്ട, സഹനം പറ്റില്ല, ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നവരെക്കുറിച്ച് പറയുന്നത്. അതായത് സഹനം കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് തയ്യാറാവില്ലേ? അൽഫോൻസാമ്മ അങ്ങനെയല്ലേ ചെയ്തേ? ഒരു സഹനം കഴിഞ്ഞ് മറ്റൊന്ന് ഒരാളെ ആഗ്രഹിച്ച് അതിന് പകരമായിട്ട് ഒരു ഭയങ്കര വിപണിയായിട്ട്, അതായത് രോഗശാന്തി എന്ന് പറയുന്ന ഒരു വലിയ വിപണിയാക്കി മാറ്റിയില്ലേ സഭയല്ലത് ചെയ്ത്. കുറേ കരിസ്മാറ്റിക് പ്രസ്ഥാനക്കാർ ചെയ്ത് അവർ ചെയ്യുന്നത് തെറ്റാണെന്നും പറയുന്നില്ല, പക്ഷേ അപൂർണമാണ്. അവിടെ അല്ല സംഗതി. ഈശോയുടെ ഹിതത്തിന് വിധേയമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് രോഗശാന്തിക്ക് അടയാളങ്ങളാണ്. വെറും അടയാളത്തിൻ്റെ പുറകെ പോയ അടയാളപ്പെടുത്തുന്ന കാര്യം മറന്നുപോയ എന്ത് ചെയ്യും? യു ആർ ഗോയിങ് ആഫ്റ്റർ ദ സയൻസ് ആൻഡ് ഓൾസോ മിസ്സിങ് ദ സിഗ്നിഫൈഡ്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യമാണ് നമ്മുടെ സ്വർഗം. അതിലെ അപ്പോസ്തലൻ പറയുന്നത് അവിടെ സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓടുന്നതും. അപ്പോൾ ബലഹീനതയെ ശക്തിപ്പെടുന്നതാണ് ദൈവം. നമ്മുടെ ബലഹീന ശരീരം ആ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ മഹത്വമുള്ള ശരീരമായിട്ട് മാറുകയും ജ്ഞാനസ്ഥാനത്തിൽ നാം രൂപാന്തരപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഈ വിചിന്തന ഭാഗം ഈശോ എന്ന വ്യക്തിയുള്ള അടുപ്പമാണ് എടുത്തു കാണിക്കും. ഇത് മറന്നു പോകരുത്. എന്തെല്ലാം ഉണ്ടായാലും ശരി, അത് ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഇനി എന്തെല്ലാം ഉണ്ടായില്ലെങ്കിലും ശരി, ഈശോയുടെ അടുപ്പമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായി. ഇതാ നമുക്ക് ബോധ്യപ്പെടേണ്ട സംഗതി. ദ ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് ജീസസ് ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം മർക്കോസിൻ്റെ 3-ാം അധ്യായം 7-19 വാക്യങ്ങളാണ്. കടൽ തീരത്തെ അത്ഭുതങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. അതായത് മോശ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ, ജോഷുവ ഇങ്ങനെ തിരഞ്ഞെടുപ്പെട്ടതുപോലെ ഇവിടെ കർത്താവ് 12 പേരെ തിരഞ്ഞെടുക്കുന്നു. ഗോത്രപിതാക്കന്മാരുടെ അതേ സംഖ്യയിൽ 12 പേരെ തിരഞ്ഞെടുക്കുന്നു. അവിടെ 1-2 സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതായത് കർത്താവിനെ അവരെ ആ സിനഗോഗിൽ വെച്ച് ആക്ഷേപിച്ചു വിട്ടു. കർത്താവിനെ ചെയ്ത് ആ സിനഗോഗിൽ വെച്ച് അവർ നോക്കിയിരിക്കുക. സാബത്തിൽ ഇവൻ അത്ഭുതങ്ങൾ കാണിക്കുമോ, രോഗശാന്തി നൽകുമോ? അപ്പോൾ ഒരു കൊച്ചൻ തളർന്ന് കൈയുമായിട്ട് കയറി വന്നിരിക്കും. അത് അങ്ങനെ ചിന്തിക്കുന്ന കർത്താവ് കണിഞ്ഞ് വരാൻ പറയും. അവൻ്റെ കൈ സുഖപ്പെടുത്തി കൊടുത്തു. അതോടുകൂടി ഇവരങ്ങ് പിണങ്ങി. ആ പിണങ്ങിയിരുന്നപ്പോഴാണ് അവിടെ നിന്ന് കടൽ തീരത്ത് നിന്ന് കർത്താവ് മലയിലേക്ക് മാറുക. നമുക്ക് കേൾക്കാം ഭാഗം. യേശു ശിഷ്യന്മാരോട് കൂടി കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു കൂട്ടം ജനക്കൂട്ടം അവിടെ അനുഗമിച്ചു. എന്നിട്ട് ഏതൊക്കെയാണ്? യൂദ, ജെറൂസലേം, ഇദുമയ എന്ന് പറയുന്നത് ഏദോമ്യർ എന്ന് പറയുന്ന പദത്തിലാണ്. ഏദോമ്യർ താമസിക്കുന്ന സ്ഥലത്താണ് ഇദുമയ എന്ന് പറയും. യൂദ, ജെറൂസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, പിന്നെ യോർദാൻ്റെ മറുകരയിൽ നിന്നും, ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ട് അവിടെ അടുത്തെത്തി. അപ്പോൾ ഈ ടൈർ, സീദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നു എന്ന് പറയുമ്പോൾ വിജാതീയരാണ്. അവരെങ്ങനെ വിജാതീയരായ? അസീറിയൻ ചക്രവർത്തി ആദ്യത്തെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ കുറേ ഭാഗം കൊണ്ട് പോയി. എന്നിട്ട് അവിടെ അസീറിയക്കാരെ കൊണ്ട് താമസിപ്പിച്ചു. അവിടെയാണ് ഈ പറയുന്ന ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകൻ അന്ധകാരത്തിന് നടുവിലും മരണത്തിന് നടുവിലും വ്യാപരിച്ചവർക്ക് ഒരു പ്രകാശം ഉദിച്ചു എന്ന് പറയുന്ന. അന്ധകാരം അവിശ്വാസമാണ്.
അസീറിയക്കാരെ വിജാതിയെ കൊണ്ട് താമസിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയിലുള്ള വിശ്വാസവും ഭക്തിയെല്ലാം പോയി. ആ പ്രദേശത്ത് നിന്ന് വന്നവരും കൂടെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായി? അവൻ്റെ അടുത്തത് ആ കൂട്ടത്തിൽപ്പെട്ട ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെയെല്ലാം അവനെ സ്പർശിക്കാൻ തിരക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഊഹിക്കാവുന്ന കാര്യമാണ് എന്തൊരു ആൾക്കൂട്ടമായിരുന്നു എന്ന്. അപ്പോൾ അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ ചാടി വീണം നീ ദൈവത്തിനാണെന്ന് വിളിച്ചു പറഞ്ഞു. അതെന്തൊരു കളിയാ! അശുദ്ധാത്മാ പിശാച് ബാധന. പിശാചെന്ന് പറഞ്ഞ് നമ്മളെക്കാൾ അറിവുള്ളവരാ. അവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ട് നശിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയായി വന്നിരിക്കുന്ന ആരാം. അതുകൊണ്ട് കർത്താവിനെ ശാസിച്ചു, മിണ്ടരുതെന്ന് പറയും. ആരും പറയണ്ട ഞാൻ ദൈവത്തിനാണെന്ന കാര്യം അറിയേണ്ടത് എപ്പോഴാണെന്നറിയോ? സത്യമായും ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് ശതാധിപൻ പറയുന്ന നിമിഷത്തിലാണ് അത് പ്രൊക്ലെയിം ചെയ്യേണ്ടത്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിനാകുന്നു എന്ന് പറയണ്ട എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കർശനമായി താക്കീത് നൽകിയെന്ന് പറയാൻ കാരണം അതാണ്. അതിനുശേഷമാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം വരുന്നത്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന പിന്നെ അവൻ മലമുകളിലേക്ക് കയറി. ഇപ്പം കണ്ടോ, സിനഗോഗിൽ നിന്ന് താഴേക്ക് കടൽ തീരത്തേക്ക് വന്നു. അവിടെ നിന്ന് നേരെ മലമുകളിലേക്ക് പോയി. മലമുകളെന്ന ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകം. അങ്ങോട്ട് പോയി, മലമുകളിലേക്ക് പോയി. എന്ത് ചെയ്തു? എന്നിട്ട് അവന് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. രണ്ട് കാര്യം കൊണ്ട് ഇഷ്ടമുള്ളവരെ വിളിച്ച എന്ന് പറയാൻ മറ്റുള്ളവർ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഈ ദൗത്യ നിർവഹണത്തിന് ഇഷ്ടമുള്ളവരാ, ആ പ്രത്യേക ദൗത്യത്തിന് വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ആ ഇഷ്ടമുള്ളവരൊന്നും അല്ല മറ്റുള്ളവരും അയ്യോ ഞങ്ങളോട് ഇഷ്ടമില്ല, അങ്ങനെയല്ല. ഇഷ്ടം എല്ലാവരോടും ഉണ്ട്. ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വിളിച്ചു. അവരങ്ങോട്ട് ചെന്നു എന്ന് പറയാൻ പ്രതികരിച്ചു. തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകുന്നതിനുമായി 12 പേരെ തിരഞ്ഞെടുത്തു. 3 കാര്യങ്ങളാണ്. തന്നോട് കൂടി ആയിരിക്കണം, ടു ബി വിത്ത് ജീസസ്. അതാണ് വാസ്തവത്തിൽ അഭിഷേക ജീവിതം എന്ന് പറയും, ടു ബി വിത്ത് ജീസസ്. രണ്ടാമത് എന്തിനാ? ഈശോയെ കെട്ടിപ്പിടിച്ചാൽ വെറുതെ ഇരിക്കാനല്ല, ഈശോയുടെ സുവിശേഷം ലോകം അറിയിക്കാനാണ്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും, പോകുവിൻ സുവിശേഷം അറിയിക്കുവിൻ. അത് അയക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഫലമായിട്ട് എന്താണ്? പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടും, തിന്മ ബഹിഷ്കരിക്കപ്പെടും. അതുകൊണ്ടാണ് 3 കാര്യങ്ങളാണ്. തൻ്റെ കൂടെയായിരിക്കാനും അറിയിക്കാനും സുവിശേഷം അറിയിക്കാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കാനായി 12 നിയോഗിച്ചു. അവരാരൊക്കെയാണെന്ന് പിന്നെ പേര് പറയാം. പത്രോസ് എന്നൊരു പേര് നൽകിയ ശിമയോൻ. നമുക്കറിയാം പത്രോസ് വരുന്ന പേര് നൽകാൻ കാരണം അത് പറയാം. പത്രോസ് എടുത്തുചാട്ടക്കാരനായിരുന്നു, വലിയ ചാഞ്ചലിപ്പുള്ളവൻ, കണ്ടില്ലേ തൂപ്പുകാരുടെ മുമ്പ് ചൂളിപ്പോയവൻ. ഞാൻ അവനെ അറിയില്ലെന്ന് വിളിച്ചു പറയാൻ, അതാണ് ശിമയോൻ. ആ ശിമയോനെ പേര് മാറ്റി പത്രോസായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴല്ലോ തലക്കീഴെ കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന് ഒരു മടിയില്ലായിരുന്നു. കാരണം പത്രോസ് എന്ന് വിളിക്കുന്ന ശിമയോൻ എന്താ? പത്രോസാണ് സഭയുടെ പരമാധികാരി എന്ന് പറയും. എന്താ പത്രോസിൻ്റെ ചുമതല? കൺഫേം ദ അതർ പീപ്പിൾ ഇൻ ഫെയ്ത്ത്. മാപ്പാപ്പാടി ചുമതല അതാണ്. അതായത് വിശ്വാസികളെ വിശ്വാസം ഉറപ്പിക്കാൻ, ടു കൺഫേം ദ ഫെയ്ത്ത്ഫുൾ. ഇതാണ് ഇൻ ഫെയ്ത്ത്, ദ ബിലീവേഴ്സ് ഇൻ ഫെയ്ത്ത് എന്ന് പറയാം. ഇടിമുഴക്കത്തിന് പുത്രന്മാരെന്നർത്ഥമുള്ള ബോവർനഗസ് എന്ന പേര് നൽകി. നൽകപ്പെട്ടിരുന്ന സബദീപുത്രന്മാരായ യാക്കോവും യോഹന്നാനും. ഈശോയുടെ കസിൻസാണ്, സലോമയുടെ മക്കളാണ്. അവരെന്നാ പറഞ്ഞ ചൂടന്മാരായിരുന്നു. അതിന് ബോവർഗസ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കത്തിന് മക്കൾ. അതുകൊണ്ടാണ് സമറിയാക്കാരവരെ കത്താൻ ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ അഗ്നി ഇറക്കി അവരെ ദഹിപ്പിച്ച് കളയാമെന്ന് പറഞ്ഞ കക്ഷികളാണ്. അതുകൊണ്ടാണ് അവർ ഇടിമുഴക്കത്തിന് മക്കൾ എന്ന് പറയും. അപ്പോൾ അവർ ആ 2 പേര് ഇപ്പോൾ ആരൊക്കെയായി കണ്ടില്ലേ? അന്ത്രയോസായി, അതിൽ പത്രോസായി, അതിനുശേഷം ഇങ്ങനെ സബദീപുത്രന്മാരായി, പിന്നെ അന്ത്രയോസ് പത്രോസിന് സഹോദരനായി, പിന്നെ ആരാ? ഫിലിപ്പോസ്, പിന്നെ ബർത്തലോമിയ, പിന്നെ മത്തായി. ഫിലിപ്പോസിനെ അറിയാമല്ലോ, എത്തിയോപ്യക്കാരനെ പോയി മനസ്സാന്തരപ്പെടുത്തിയ ആളാണ് ഫിലിപ്പോസ്. ഷണ്ണൻ്റെ കാര്യം അറിയാമല്ലോ. ബർത്തലോമിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ബർത്തലോമിയ എന്ന് പറയുന്ന ആൾ നത്താനിയേലാണ് എന്ന പിതാക്കന്മാർ പറഞ്ഞു. ബർത്തലോമിയ ടോളമിയുടെ മകൻ, ടോളമിയുടെ മകൻ ബർത്തലോമിയ. മത്തായി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാനം. എല്ലാ തലങ്ങളിലുള്ള ആളുകളെ കർത്താവ് വിളിച്ചു. കാരണം ഈ മത്തായി അതുപോലെ തന്നെ മറ്റുള്ളവരും തമ്മിൽ യോജിക്കുമോ? മത്തായി ആഗ്രഹിക്കുന്നപ്പോൾ ഉന്നതമായ സ്ഥാനമല്ലേ? അദ്ദേഹം ആരായിരുന്നു? പണക്കാരനായിരുന്നു. കാരണം മത്തായും കൂട്ടം വിളിച്ചു. അതുപോലെ തന്നെ ആര്? തോമസിനെ വിളിച്ചു. എന്തുകൊണ്ടാണ് തോമസ് വാക്കിൻ്റെ അർത്ഥം? ഇരട്ടകൽനാം. എന്താ ഇരട്ട? ദീദിമോസ്. എന്താ ഇരട്ട? ഈശോയുടെ മുഖം പോലെ തന്നെയുള്ള മുഖമായിരുന്നു തോമാസ്ലിയാർ. അതുകൊണ്ടാണ് ഇരട്ട പ്രയോഗം ഉണ്ടായത്. ഇരട്ടയാണെന്ന് കണ്ടറിയത്തില്ലായിരുന്നു. തോമാസ്ലിയ ഈശോയും കണ്ട തിരിച്ചറിയാൻ പോലെ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് തോമസ് എന്ന് പേരിടാനായിട്ട് കാരണമായിരുന്നാണ് പറയപ്പെടുന്നത്. ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, കാരണം മറ്റേ യാക്കോബല്ല, സബദീപുത്രന്മാരല്ല,
അതിലാ യാക്കോബ് അല്ലാതെ ഹെൽപ്പായുടെ പുത്രനായ യാക്കോബാണ്. പിന്നെ തദ്ദേബൂസ്, അതാണ് കാനാൻകാരനായ ശിമിയോൻ. അതാരാ? കാനാൻകാരൻ എന്ന തീക്ഷ്ണ ശിമിയോൻ ബറാബാസിൻ്റെ വർഗത്തിൽപ്പെട്ടയാളാണ്, അതിതീക്ഷ്ണ. ഉടനെ ഇപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ പിടിയിൽ നിന്ന് പെട്ടെന്ന് ഇസ്രായേലിനെ സ്വതന്ത്രമാക്കി ഇങ്ങനെ പുനഃസ്ഥാപിക്കുമെന്ന് ഇസ്രായേലിന് ചിന്തിക്കുന്ന ഭാഗത്തിൽപ്പെട്ടയാളാണ് ശിമിയോൻ. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. അപ്പോൾ വളരെ ഗൗരവമായ കാര്യം 12 പേരെ തിരഞ്ഞെടുത്തതിന് വേണ്ടിയാണ്. അത് ഇസ്രായേലിൻ്റെ തുടർച്ചയാണ് സഭ എന്ന് കാണിക്കാനാണ്. 12 ഗോത്രങ്ങളുടെ തുടർച്ചയാണ് 12 അപ്പോസ്തലന്മാർ. അതുകൊണ്ട് ദൈവിക വെളിപാട് തുടരുകയാണ്. വേദപുസ്തകം പഴയ നിയമം മാത്രം അല്ല, പുതിയ നിയമം മാത്രം നോക്കി കൊണ്ട് വെച്ചാൽ പോരാ. കത്തോലിക്കരെ സംബന്ധിച്ച് അങ്ങനൊരു ദോഷമുണ്ട്. ഇപ്പം മാറി വരുന്നുണ്ട്. വേദപുസ്തകം എന്ന് പറഞ്ഞാൽ പുതിയ നിയമമാണെന്ന് മാത്രം ധരിച്ചു വെച്ചിരിക്കുക. അല്ല, ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ ഒറ്റ യൂണിറ്റാണ്. ദൈവത്തിൻ്റെ വെളിപ്പെടലുകൾ സംഭവിക്കുന്ന പഴയ ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാൻ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പാളിച്ചുകളും അവിടെയുണ്ട്. ചില മനുഷ്യർ പറയുന്നുണ്ട്, ഒരുത്തൻ പറയുകയുണ്ടായി, ക്രിസ്ത്യാനിയാണ് പറയേണ്ട അശ്ലീല ഗ്രന്ഥമാണ് വേദപുസ്തകം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണിക്കുന്ന അശ്ലീലങ്ങളെല്ലാം അവിടെയുണ്ട്. ഇങ്ങനെ അശ്ലീലങ്ങൾ കാണിക്കുന്ന മനുഷ്യൻ്റെ ഇടയിലേക്കാണ് ദൈവാത്മാവ് ഇറങ്ങി വന്നെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടെ അവരാരും പുണ്യപ്പെട്ട ആൾക്കാരൊന്നുമല്ല. കർത്താവ് ഇറങ്ങി വന്നതിൻ്റെ തത്താൻ വംശാവലിയിൽ എത്രയോ വ്യഭിചാരികളുണ്ട് ഇല്ലേ? താമാറില്ലേ? എത്ര പേരുണ്ട്? ആ ശിഷ്യന്മാരെയൊക്കെ അവിടെ വെച്ച് സ്വീകരിച്ച ആളില്ലേ? എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വംശാവലിയിലുണ്ട് പാപികളുണ്ട്. അപ്പോൾ ആരാണ്? ഈശോ മാത്രമേ ഉള്ളൂ പരിശുദ്ധനായുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം മുഴുവൻ അശ്ലീല ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് പിടിപ്പിക്കുന്ന മണ്ടത്തരം പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഇവിടെ നാം പ്രത്യേകിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് ഈശോ നേരെ ഇവരെ തിരഞ്ഞെടുത്തത് 3 കാര്യങ്ങൾക്ക് വേണ്ടി: തൻ്റെ കൂടെ ആയിരിക്കാനും, സുവിശേഷം പ്രസംഗിക്കാൻ ഐക്യപ്പെടാനും, അതുകൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. അത് സഭ ഇന്നും തുടർന്നുകൊണ്ടിരിക്കും. അത് കണ്ണ് തുറന്ന് കാണണം. ആരെല്ലാം എന്തെല്ലാം വിമർശിച്ചാലും ശരി, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ സഭയെന്ന് പറയുന്ന ആ അസ്തിത്വം മനുഷ്യനിർമ്മിതമല്ല, മനുഷ്യൻ കൊണ്ടുപോകുന്നതല്ല. ദൈവാത്മാവ് കർത്താവ് നയിക്കുന്ന സമൂഹമാണെന്നുള്ള ബോധ്യം മക്കൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? ഇഷ്ടമുള്ളവരെ അങ്ങോട്ട് തിരഞ്ഞെടുത്തത് ആ ദൗത്യത്തിന് ഇഷ്ടമുള്ളവരെയാണ് തിരഞ്ഞെടുത്തിരിക്കണം. അപ്പോൾ വേറെ ഇഷ്ടമല്ല, അത് പ്രത്യേക ദൗത്യം നൽകണം. അപ്പോൾ എന്തിനു വേണ്ടി വിളിച്ചു? വളരെ കറക്റ്റായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ സൂചിപ്പിക്കാം. തൻ്റെ കൂടെ ആയിരിക്കാനും, സുവിശേഷം പ്രസംഗിക്കാൻ അയക്കാനും, ഒപ്പം തന്നെ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇടവകയാണെങ്കിൽ പോലും ഒരു ഇടവക വൈദികൻ ആത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ എന്തൊരു സമാധാനം ശാന്തിയും ആ ഇടവകങ്ങൾക്ക് കിട്ടും. ആ സമീപത്ത് പോയി ഒന്ന് ഇരുന്നാൽ പോരെ, ചെന്നിരിക്കുന്ന ആളിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം മുഴുവൻ ഒലിച്ച് പോകില്ലേ? മുഖപ്രസന്നയായിട്ട് ഇറങ്ങി പോകില്ലേ? എത്രയോ പേരങ്ങനെ കടന്നു വരുന്നു വൈദികൻ്റെ അടുത്തേക്ക്. വരുമ്പോൾ മുഖം ആപ്പാടെ കരുവാളിച്ച് ജീവിതത്തിൻ്റെ പ്രാരബ്ധം കൊണ്ട് കണ്ണീര് ധാരാധാരയായിട്ട് ഒഴുകി ഒന്നും മിണ്ടാൻ മേലാതെ ഏങ്ങലടിച്ച് വന്നിരിക്കുന്ന ആൾ അരമണിക്കൂർ ആ വൈദികൻ്റെ അടുത്ത് ഇരുന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഹൃദയത്തിൻ്റെ ഭാരം മുഴുവൻ കർത്താവ് ഏറ്റെടുത്തു. പിന്നെ എണീറ്റ് പോകുമ്പോൾ എന്നാ പറയുന്നത്? സന്തോഷമായി അച്ഛാ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ വേണ്ട, എനിക്ക് സമാധാനമായി. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇതല്ലേ ഓരോ ഇടവ് വികാരിയും ചെയ്യേണ്ടത്? എല്ലാ വൈദ്യനും ചെയ്യേണ്ടതല്ലേ? വാസ്തവത്തിൽ ഇതിനേക്കെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അതാണ്. പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി തുടരേണ്ട കാര്യമില്ലേ? മനുഷ്യ മനസ്സിനെ മുഴുവൻ മലീമസമാക്കുന്ന സാഹചര്യങ്ങൾ അവരെ മുക്തി കൊടുക്കണമെങ്കിൽ ഈ ഇടപെടൽ ആവശ്യമല്ലേ? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവപുത്രൻ തൻ്റെ പിതാവിൻ്റെ മടിയിലിരുന്ന ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ്ഡ് റിലേഷനാണ് പിതാവുമായിട്ട്. ആ ബന്ധം തന്നെയാണ് നമുക്ക് ഈശോയിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകിയെന്നുള്ളതാണ്. അതെന്തേ വിശ്വസിക്കാത്തത്? വൈദികർ പോലും വിശ്വസിക്കുന്നില്ലല്ലോ. ചില സാഹചര്യങ്ങളിൽ ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കച്ചാന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എന്നാ പറ്റി? തലവേദനയാപ്പിടി ഇവിടെ നോമ്പരെന്ന് പറയുമ്പോൾ അത് കൈവച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സിന് തണുപ്പ് വരികയില്ലേ? അതിന് പകരം തലവേദനയുണ്ട്, ഡോക്ടറെ അടുത്ത് പോകും, അതിനാണ് എൻ്റെ അടുത്ത് വരുന്നത് ചോദിക്കുന്ന മനുഷ്യ. എന്തിനാ നിനക്ക് ഈ അഭിഷേകം തന്നിരിക്കുന്നത്? എന്തിനാ ഈ പട്ടം നൽകിയിരിക്കുന്നത്? കർത്താവ് എന്താ ചെയ്തത്? അവിടുത്തെ ടച്ച് അതുവഴിയായിട്ട് സുഖപ്പെടുകയല്ലേ ഉണ്ടായി? കർത്താവിന് സ്പർശനം പറ്റുമോ? സുഖപ്പെട്ടു. അത് ഇന്നും തുടരുന്നൊരു കാര്യമല്ലേ? വിശ്വാസം വേണം എല്ലാ വിഭാഗത്തിനും എന്നുള്ളതിന് സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെൻ്റ് ഇസ്രായേലിൽ കാണുന്നതായ ആ 12 ഗോത്രങ്ങൾ, ആ ഓൾഡ് ടെസ്റ്റമെൻ്റ് ഇസ്രായേലിൻ്റെ തുടർച്ചയാണിത് എന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ പത്രോസിന് പുതിയ പേര് നൽകി, പുതിയ ഉത്തരവാദിത്വം നൽകി. അതുകൊണ്ട് പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിൽ, നമ്മളെല്ലാം പുതിയ സൃഷ്ടിയാണ്. അതാണ് പത്രോസ് പാറയായിട്ട് മാറി. അതായത് മനോഹരമായ രീതിയിൽ അതെടുത്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാറ എന്ന് പറയും, അതെത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഇതാ സിയോനിൽ ഞാനൊരു കല്ല് നിക്ഷേപിക്കുന്നു എന്ന് പറയുന്ന ഭാഗം ലേശയാണ്.
സിയോനിൽ ഒരു കല്ല് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതല്ലേ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയും. അപ്പോൾ ഇടിമുഴക്കത്തിൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ പറയണേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകണം. ഇടിമുഴക്കത്തിൻ്റെ മക്കൾ എന്ത് സ്ഥാനമോഹികളും അതേസമയത്ത് വലിയ എടുത്തുചാട്ടക്കാരുമായിരുന്നു അല്ലേ. കർത്താവിൻ്റെ ഇടത്തും വലത്തിരിക്കണം എന്ന് പറഞ്ഞത് അവർക്ക് പിന്നീട് മാറിയില്ലേ ഭയങ്കരമായി. വചനത്താൽ മാറ്റപ്പെട്ടില്ലേ, രക്തസാക്ഷികളായിട്ട് തീർന്നില്ലേ. യാക്കോവിൻ്റെ വാളിൻ്റെ വെട്ടുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതുകൊണ്ട് അത് എന്തൊരു ഭയങ്കരമായ രക്തസാക്ഷിത്വമാണ്. അപ്പം അതുകൊണ്ട് അവരെ വളരെ കറക്റ്റായിട്ട് അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ ഒരേ നാട്ടുകാർ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഗ്രീക്കുകാർ കാണാൻ വന്നപ്പം ഇവരെ കണ്ടത് നീ പോയി വന്ന് കാണുക എന്ന് പറയുന്ന ആ സമയത്താണ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ബർത്തലോമിയോം ടോളമിയുടെ പുത്രൻ എന്ന് പറയുന്നത് നത്താനിയിലാണെന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം സമാപിപ്പിക്കുക. അതായത് ഈ ശിമയോൻ വരെയുള്ള ആൾക്കാർ, യൂദാസ് കറിയോത്ത എന്ന് പറയുന്ന ആ ആൾ അന്ന് എന്തിനാ അദ്ദേഹത്തിന് കിട്ടിയൊരു വിളിയല്ലേ, അത് പണത്തിൻ്റെ ആർത്തി കൊണ്ടല്ലേ പോയി തകർത്ത് കളഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും കർത്താവല്ലാത്ത മറ്റെന്തിനും കുറിച്ച് ആർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നാശമായിരിക്കും ഫലം എന്ന് പഠിപ്പിക്കുകയല്ലേ ഇവിടെ. അതുകൊണ്ട് ചെന്ന് കെട്ടിത്തൂങ്ങി ചത്തില്ലേ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇന്നും അതൊരു ഓർമ്മയായിട്ട് നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഗോത്ര പിതാക്കളുടെ പേരാണ് ഇവിടെ പലരുടെയും പേരെന്ന കാര്യം ഓർക്കണം. അപ്പോൾ പ്രഘോഷണം ഇന്നും തുടരേണ്ടതാണ്. ഇതിനാ തിന്മയുടെ ശക്തി ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി എന്തെല്ലാം തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത്. അഴിമതി എന്ത് ഭയങ്കരമാണ്. അതുപോലെ തന്നെ എന്നാ കൈക്കൂലി, അതുപോലെ സ്വജനപക്ഷപാതം, അതിനൊക്കെ ഉപരിയായിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ബാലവേല, പിന്നെ മദ്യപാനം, വീട്ടിൽ കിടന്ന സ്ത്രീപീഡനം നടത്തുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം മയക്കുമരുന്ന്, ഇതൊക്കെയല്ലേ ഇന്നത്തെ തിന്മയും പൈശാചിക പ്രവർത്തനങ്ങൾ പറയുന്നത്. ഇവിടെയൊക്കെ സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും ശരി ഹൃദയപരിവർത്തനം ഉണ്ടാകുന്നില്ല എങ്കിൽ മാറ്റം വരാൻ ബുദ്ധിമുട്ടാണ് സഹോദരങ്ങളെ. കുറേയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും. സർക്കാരിൻ്റെ നിയമ നടപടികൾ കൃത്യമായ മുഖം നോക്കാതെ നടക്കുകയാണെങ്കിൽ കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഹൃദയപരിവർത്തനം എന്ന് പറയുന്നത് അതിനേക്കാൾ ആഴമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് വേറിട്ട് താല്പര്യമുള്ള വ്യക്തികളായിട്ട് പോയാൽ അതിനെ കുഴപ്പമായി തീരും നമ്മുടെ ജീവിതത്തിൽ. ഈശോ താല്പര്യപ്പെടുന്നതിന് വ്യത്യസ്തമായി, അവിടുത്തെ ഹിതത്തിന് വ്യത്യസ്തമായി വേറിട്ട് താല്പര്യമുള്ളതായി തീർന്നാൽ നമ്മുടെ ജീവിതവും പരാജയമാകും. അപ്പോൾ അതുകൊണ്ട് ദൈവസന്നിധിയിലേക്കും തിരിച്ചു വന്നുകൊണ്ട് സ്ഥാനമോഹിയാക്കാതെ യാഥാസ്ഥികരോ മറ്റോ ആകാതെ ഈശോമിശിഹായുടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഗ്രഹകാലത്തെ അവിടുത്തെ സാക്ഷികളായിട്ട് തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.